മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിൽ നിന്നും ഹഫ്സ ബിന്ത് അനസ് നമ്മോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മലർമുട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹ് കിനാവ് കാട്ടി. നബി തൻ കുരുന്നിസ്മായിലിനെ ആർക്കും മട്ടിൽ അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിന്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തിച്ചോതി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറക്കെ ചേതി. കമഴ്ത്തി കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. ഉടനെ കറുത്താവിൻ മറുപടി അത് വിടുത്തിയതിന്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻകുട്ടി ഖലീലുള്ളാഹിക്ക്. വേഗം ആടിനെ അറുത്തി ഇബ്രാഹിമിൻ ഹക്ക്. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മാഷാ അല്ലാഹ്, ഹഫ്സ ബിന്ത് അനസിന്റെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിലെ വിദ്യാർത്ഥിനിയാണ് ഹഫ്സ ബിന്ത് അനസ്. വളരെ മനോഹരമായ ഒരു മലയാള ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.